ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. ഫരീസേയർ ഈശോ എടുത്തു വന്നിട്ട് ഈശോ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം. അവിടെ ഈശോ സങ്കടപ്പെടുന്നത്, എന്നിട്ട് പറയാം അടയാളം നൽകിയില്ല. കാരണം ഇതാ ക്രിസ്തു തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുക, ദൈവത്തിന്റെ പുത്രൻ തന്നെ നിൽക്കുകയാണ്, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം നിൽക്കുകയാണ്. എന്നിട്ടും അവര് തെളിവ് ചോദിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് കൂടി ഈ വചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും സ്വർഗീയ അനുഭവത്തിന് വേണ്ടി, ദൈവിക അനുഭവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ നീ ചിന്തിക്കുന്നുണ്ടോ, ക്രിസ്തുവിനെ അനുദിന ജീവിതത്തിൽ നീ ഉൾക്കൊള്ളുന്നുണ്ട്? ക്രിസ്തുവിന്റെ നാമത്തിൽ നീ മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ നിറസാന്നിധ്യം കൂടെയുണ്ട്. ഉള്ളിലുള്ള അനുഭവപ്പെടുന്ന നിറസാന്നിധ്യത്തെ തിരിച്ചറിയാതെ വീണ്ടും ദൈവാനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നീ. എങ്കിൽ ഫരിസേയ മനോഭാവത്തിനുള്ളത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ അനുഭവത്തെ കാണുവാനായിട്ട്, ആ സാന്നിധ്യത്തെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ജീവിതത്തിൽ അനുഭവപ്പെടുന്നതിനെ കണ്ടെത്തുവാനായിട്ട്, നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ